ഹലോ ഗൈസ്. അപ്പോൾ 2-3 ദിവസമായിട്ട് എമ്പുരാൻ ഇറങ്ങിയ അന്ന് തൊട്ട് എമ്പുരാൻ അതുവരെ കിട്ടിയ ഹൈപ്പിൻ്റെ ഒരു 100 ഇരട്ടി ഹൈപ്പ് ഇപ്പം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ന്യൂസ് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈവൻ ഒരിക്കലും എനിക്കൊന്നും എഴുതിയ ആൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും ചിന്തിക്കാത്ത കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ദിവസത്തേക്ക് ന്യൂസ് ചാനലുകൾക്കൊക്കെ ഒരു ഇതായി TRP കിട്ടാനുള്ള ഒരു മാർഗ്ഗമായി. അതുകൊണ്ട് പുതിയത് കിട്ടുമ്പോഴത്തേക്ക് ഇനി നിങ്ങളൊക്കെ ഇനി എത്ര ക്യാമ്പയിൻ ഇട്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, ഇവരാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി സിനിമയെ പറ്റി ഞാൻ എൻ്റെ റിവ്യൂവിനെ പറ്റി പറയാം. ഞാൻ ഓൾറെഡി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ജസ്റ്റ് ഒരു ബ്രീഫ് പറയാം. ഞാൻ അന്ന് പറഞ്ഞതിനോട് തന്നെ ഞാൻ ഇന്നും യോജിക്കുന്നു. എനിക്ക് സിനിമ വളരെ 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 ഇഷ്ടമായി. അതിൻ്റെ ഏറ്റവും മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് മേക്കിംഗ് ലെവൽ, ടോപ്പ് ലെവൽ. നമ്മുടെ മലയാളം സിനിമകളിൽ ഇങ്ങനൊരു മേക്കിംഗ് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ എന്ന് എനിക്കറിയില്ല. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, അത് ബെസ്റ്റ് മേക്കിംഗ് എന്ന് ഞാൻ പറയില്ല, കാരണം ഒരുപാട് നല്ല നല്ല സിനിമകളും ഉണ്ട്, വേറെയും നല്ല നല്ല ഡിഫറെൻറ്റ് മേക്കിങ്ങിൽ എടുത്തിരിക്കുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഇവരുടെ മേക്കിംഗ് ഇസ് ഫാബുലസ്. അതായത് അവർ കുറച്ചുകൂടി ഒരു ഹോളിവുഡ് ടച്ചിൽ ചെയ്യാൻ നോക്കി. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതൊരു മലയാളി സംബന്ധിച്ച് ലെറ്റ്സ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് കാസ്റ്റും കാര്യങ്ങളും സൂപ്പറായിരുന്നു. കാസ്റ്റും കാര്യങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല കാസ്റ്റിങ്ങിൽ. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇവരുടെ മാർക്കറ്റിംഗ് സ്കീം. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം സിനിമ കണ്ടവർക്കറിയാം, ഞാൻ എൻ്റെ റിവ്യൂവിൽ സ്പോയിലർ ഇട്ടിട്ടില്ലായിരുന്നു ഒരു തരത്തിലുള്ള ആ സിനിമകൾ എന്തൊക്കെ കാണിക്കുന്നു. ഇപ്പം എനിക്കിപ്പം ഇഷ്ടപ്പെടാം, ഞാൻ എന്നിട്ട് പറഞ്ഞു അതിൽ കുറച്ചൊക്കെ ഉണ്ട്. അത് എന്തൊക്കെ നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പോലെ ഇത്രയും വലിയൊരു സിനിമയിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണോടോ. സിനിമയിൽ ഞാനിപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് സ്പോയിലറാവും. ഞാൻ അതുകൊണ്ടാണ് അന്ന് അത് പറയാത്തത്. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ന്യൂസ് ചാനൽ, ഇനി ഏത് മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും എല്ലാത്തിലും സ്പോയിലർ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മാത്രമായിട്ട് ഇനി കുറയ്ക്കണ്ട. ഞാൻ എന്നും പറഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും വെറുതെ ഇങ്ങനെ പറയും. ബട്ട് ഞാൻ ഞാൻ പറയും, ജസ്റ്റ് ഒന്ന് ഇതായിട്ട് ഞാൻ പറയാം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാടൊരു വലിയ ക്രൂവിൻ്റെ എഫേർട്ടാണത്. എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാതെ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവാം റിസർച്ച് വർക്ക്, പിന്നെ അതിൻ്റെ റീവർക്ക് ചെയ്യണം, പിന്നെ അത് മേക്ക് ചെയ്യണം. മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ എഡിറ്റിങ്ങിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് അത് സെൻസർ ബോർഡിനെ കാണിക്കണം. സെൻസർ ബോർഡ്, ഈ സെൻസർ ബോർഡ് എന്ന് വല്ലതും അറിയാമോ? ഈ സെൻസർ ബോർഡിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് മൂവി ഇറക്കുന്നോ വേണ്ട. അത് കഴിഞ്ഞിട്ട് തിയേറ്റർ റിലീസിന് പോകുള്ളൂ. അപ്പോൾ അവർ അതിൽ സെൻസർ ചെയ്യുന്ന ഭാഗങ്ങൾ സെൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ പല സിനിമകളിലും, എല്ലാ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ സെൻസർ പോകാറുണ്ട്. സോ സെൻസർ ബോർഡ് വരെ, അതായത് അതിൽ പറയുന്ന കുറച്ച് നോംസിൽ ഒന്ന് പല ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ഫിലിമിനെ ക്ലാസിഫൈ ചെയ്യും അവർ. സോ അതങ്ങനെ. രണ്ടെന്ന് പറയുന്നത് വയലൻസ് ആൻഡ് അബ്യൂസ് എത്രത്തോളാണെന്നുള്ളത്. സോ അത് ആവശ്യത്തിനുള്ള അവരും കട്ട് ചെയ്ത് കളയും. ഇതേ ഇവരാണ് മാർക്കും ഇറക്കിയതും കൂടെ ഒന്ന് ആലോചിക്കണം. ഫൈൻ, ഓക്കെ. നെക്സ്റ്റ് ഈസ് റിലീജിയസ് കൾച്ചർ കാര്യങ്ങളായിട്ടുള്ള അതിനെ ഒത്തിരി ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആക്കാണ്ടിരിക്കുന്ന കാര്യമായിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് എപ്പോഴും സിനിമയിൽ ഒരു സാധനം ആദ്യം എഴുതി കാണിക്കാറുണ്ട്, ഇത് ജീവിച്ചിരിക്കുന്ന ആളുമായിട്ടോ അതൊന്നും ഒരു ബന്ധമില്ല എന്നുള്ള ലെവലിൽ. കാരണം ഒരു മൂവിയായിട്ട് കാണാൻ പറ്റാത്ത ഒരാൾ സത്യം പറഞ്ഞ സിനിമ കാണരുത്. ഞാനുള്ളത് പറയാലോ. കാരണം നിങ്ങൾ കണ്ട് നിങ്ങളുടെ മൂടും പോവും, ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ മൂഡ് കളയുകയും ചെയ്യും. ഇപ്പോൾ മുരളി ഗോപി ഇതിൽ കളിച്ച ആ മൈൻഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യില്ല. അത് കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടിരുന്നതെന്നറിയോ? നിങ്ങളത് മൈൻഡ് ചെയ്യാണ്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രത്യേകിച്ചൊന്നും അധികം ആൾക്കാർ അതിനൊരിതാക്കില്ലായിരുന്നു, മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ പബ്ലിസിറ്റി കൂട്ടി, നിങ്ങളായിട്ട് തന്നെ വീണ്ടും മുന്നേ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ ഇതാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സിനിമ ഇപ്പം ഏകദേശം ഇനിയിപ്പോൾ 1000 കോടി വരെ കൊണ്ടെത്തിക്കും, അത് ഉറപ്പാണ്. ഈ സിനിമയിൽ ഒരു തരത്തിലും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരുകളോ അല്ലെങ്കിൽ അതിലുണ്ടായ സംഭവങ്ങളുടെ പേരുകളോ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും യാദർച്ഛികമായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പണി. രണ്ട്, ഈ പറഞ്ഞ് ഇവരുടെ നിന്ന് ഡൈവേർട്ട് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും നല്ല തട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുപോലും വിടാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരാളെ മാത്രം നമ്മൾ പൊക്കി പറഞ്ഞ് ബാക്കിയുള്ളവർ താഴ്ത്തി പറഞ്ഞാണെങ്കിൽ ഫൈൻ, ശരി, നമ്മൾ നമ്മുടെ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നെങ്കിലും പറയാം. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചിന്തിക്കൂ, എനിക്കും കിട്ടി, നിനക്കും കിട്ടി. ഡെമോക്രാറ്റിക് കൺട്രി ഇങ്ങനെ പറഞ്ഞ് ജനാധിപത്യം എന്നിങ്ങനെ മുഴങ്ങിയാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒപ്പീനിയനാണ് ഇവിടെ സുപ്രീം പവർ ഉള്ളത്. നമുക്ക് ഇപ്പം ഞാനൊരു സിനിമ എഴുതുന്ന ആളാണ്. എനിക്ക് നിങ്ങളോടുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് സത്യങ്ങളോ പറഞ്ഞുകൂടെ? ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ലൂസിഫറിൽ എന്താ പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ലായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സിനിമ എമ്പുരാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ നെടുമ്പള്ളിയിൽ മാത്രം നിൽക്കുന്ന ഒരു കഥ അല്ലായിരുന്നു. അത് കൂടുതൽ ഒരു എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ അങ്ങോട്ട് ആ ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദേ ഹാവ് ടു ടച്ച് ഈച്ച് ആൻഡ് എവറി കോർണർ.
അത് ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ അത് നല്ല രീതിയിൽ പണി എടുത്തിട്ട് തന്നെയാണ് അയാൾ അതിന് മാക്സിമം ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അതിൽ പ്രശ്നങ്ങൾ തോന്നിയ ഭാഗങ്ങൾ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ക്രിഞ്ച് ഭാഗങ്ങൾ മാത്രമാണ്. എനിക്കല്ലാതെ അതിൽ കാണിച്ചതിനോടൊന്നും യാതൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ വയലൻസ് ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, വയലൻസ് സെൻസർ ബോർഡ് 2 കട്ട് ചെയ്തിട്ടുള്ളൂ, ഇനി 17 എണ്ണത്തിന്. അത്രമാത്രം വയലൻസ് ഉണ്ട് എമ്പുരാനിൽ. എമ്പുരാൻ കണ്ട ആൾക്കാർ അറിയായിരിക്കും. അതിലെ സ്റ്റണ്ട് സീനുകൾ പോലും എനിക്ക് ആ തുടക്കത്തിൽ ഇൻട്രോയിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് കുറച്ച് ഇറിറ്റേറ്റിംഗ് തോന്നിയിരുന്നെങ്കിൽ പോലും അല്ലാതെ ആ സിനിമയിൽ എനിക്ക് വയലൻസ് എനിക്ക് അറിയാൻ പാടില്ല. ഇതിന് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യാൻ എന്തോ കിടക്കുന്നത്, ഇത്രയും വയലൻസ് ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാം, പക്ഷെ അല്ല നിങ്ങൾ എവിടെ വരെ കൊണ്ടെത്തിച്ചേ? പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ, മോഹൻലാലിന്റെ വിദേശ ബന്ധങ്ങൾ, പിന്നെ ആടുജീവിതത്തിൽ എത്രയോ ദിവസം ഒടുങ്ങിക്കിടന്ന സമയത്ത് ഏത് വിദേശ ആൾക്കാർ, ഐ മീൻ ബ്രോ. ഞാൻ പിന്നെ ഒരു നല്ലൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ എല്ലാ ആൾക്കാരെയും ഞാൻ ഒന്നുപോലെ ഞാൻ പറയില്ല കേട്ടോ. നല്ല ആൾക്കാരുണ്ട്, അവർ സിനിമയായിട്ട് മാത്രം കണ്ട് വന്ന് സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എത്ര സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നുണ്ട്, മലയാളം മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രി ഞാൻ പറയുന്നത്. എത്ര സിനിമകൾ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, എത്ര സിനിമകളിൽ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, വയലൻസ് ഉള്ള മൂവീസ് ഉണ്ട്, അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അവിടെ ഒന്നും ഈ ഹേറ്റഡ് കണ്ടില്ലല്ലോ. അപ്പോഴേക്കെന്താ നിങ്ങൾ പറയത്തെ? ഈ മാർക്കോ ഇറങ്ങിയപ്പോൾ പോലും നിങ്ങൾ അപ്പോൾ ഭയങ്കര ഹൈപ്പ് കൊടുത്തു, എനിക്ക് പോലെ കേരള മേക്കിംഗ് ലെവൽ മച്ച ഉണ്ണിമൂന്തന്റെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് നാട്ടിൽ കുറെ കൊലപാതകങ്ങളും അതും ഇതും വന്നപ്പോഴത്തേക്കും മാർക്കോ കാരണമാണ്, മാർക്കോ കണ്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് പോലും ഉറച്ചൊരുതില്ല മെയിനായിട്ട്. രണ്ട്, ആരുടെയെങ്കിലും തലയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വയ്ക്കണം. അതൊരു വല്ലാത്ത സുഖമാണ് മലയാളികൾക്ക് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് സ്വയമേ അനുഭവമുള്ളതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ചില്ലെങ്കിൽ സമാധാനം വരില്ല. അതിപ്പോൾ സിനിമ എന്നുള്ളത് മാത്രമൊന്നുമല്ല, നമ്മുടെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ പോലും അക്സെപ്റ്റിംഗ് പവർ ഇല്ല. മനസ്സിലായില്ലേ? ആളുകളുടെ മുന്നിൽ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമായിരിക്കും. ഞാൻ ജസ്റ്റ് നോർമലായിട്ടുള്ള ജനറലി പറയുന്ന കാര്യങ്ങളാണ്. ഐ എം നോട്ട് പോയിന്റിങ് ഔട്ട് ടു എനി വൺ സ്പെസിഫിക്കലി ഓർ ടു എനി ഇൻഡസ്ട്രി ഓർ. പക്ഷേ സിനിമകളിലെങ്കിലും കുറച്ച് വിവരം കാണിക്കുമെന്നാണ് വിചാരിച്ചത്. ബട്ട് ദീസ് ഡേയ്സ് എവറിഥിങ് ഈസ് ഫോർ പബ്ലിസിറ്റി, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാം എന്തോ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് കൊണ്ട് നടക്കുക. എനിക്ക് അത്രമാത്രം തോന്നിയുള്ളൂ. ഇത്രയൊന്നും ഹേറ്റഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അല്ലാതെ സിനിമ ഇച്ചിരി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു. അല്ലാതെ എന്നോട് പേഴ്സണലി പറഞ്ഞ ആൾക്കാരുണ്ട്, അവരുമായിട്ടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് അതുണ്ടോ എന്ന് ചോദിക്കാനുള്ള പവറൊന്നുമില്ല. അവർക്ക് ചിലപ്പോൾ അത്ര അവർ വിചാരിച്ചൊരു ഹൈപ്പ്. ഞാൻ അതിൽ ശ്രദ്ധിച്ച കുറച്ച് പോയിന്റ്സ് ലൈക്ക് ദാറ്റ് ഈസ് ഈവൻ വാലിഡ് ടു. ഞാൻ അതിനെ അങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നം തോന്നിയില്ല. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റീഫൻ്റെ കഥയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ലൂസിഫർ എന്ന് പറയുന്ന സാധനം കൊടുത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എമ്പുരാൻ്റെ ട്രെയിലർ വന്നപ്പോൾ മുതലുള്ള അല്ലെങ്കിൽ ഫുൾ ലോഞ്ച് മുതലുള്ള കാര്യങ്ങളുടെ ഒരു ഹൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സിനിമയിൽ കണ്ടപ്പോഴത്തേക്കും അത്രയും ഒരു എന്താ പറയുക, മോഹൻലാലിന് ഒരു പവർ ഫീൽ ചെയ്തില്ല എന്നുള്ളത് ഞാൻ കേട്ടായിരുന്നു. ആൻഡ് ഒരു അനാവശ്യ ഹൈപ്പാണ് കൊടുത്തിരുന്നത് പറയുന്നത്. ആൻഡ് അത് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം മേ ബി അവർ മോഹൻലാൽ എന്നുള്ളൊരു ലെവലിലാണ് ആ സിനിമ കാണാൻ പോകുന്നത്. സിനിമ കണ്ടവർക്കറിയാം, രണ്ടാമത്തെ സിനിമ ശരിക്കും പറഞ്ഞാൽ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നത് കുറച്ചൊരു സെക്കൻഡ് ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ട് ഇതിന് 3 പാർട്ടായിട്ട് ഇറക്കാൻ നോക്കിയതാണ്. ഓക്കെ, തേർഡ് ഇനി L3 ഉണ്ട്. അപ്പോൾ ഇവരിപ്പം രണ്ടാമത്തെ സിനിമയിൽ അതായത് എമ്പുരാനിൽ ഖുറേഷി എബ്രഹാമിനെ പറ്റി ഫുള്ള് പറഞ്ഞിരുന്നുവെങ്കിൽ തേർഡ് പാർട്ടിൽ അവർ എന്ത് ആഡ് ചെയ്തേനെ? 3 ഭാഗങ്ങളെ പറ്റിയുള്ള ഫുൾ ഒരു വെൽ പ്രിപ്പയർഡ് പ്ലാൻ ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൽ അവർ തീർച്ചയായിട്ടും എന്താ പറയുക, രണ്ടാമത്തെ സിനിമയുടെ ലാസ്റ്റിൽ എൻഡിലും ഹൂ ഇസ് ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമേ അത് 3ാമത്തെ സിനിമയിൽ നമുക്ക് വീണ്ടും ആ ഒരു തോന്നുള്ളൂ, ലൈക്ക് ഓക്കെ ദെൻ ഹൂ ഇസ് ആ സിനിമയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് എ മിയർ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജിയാണ്. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി ഹാറ്റ്സ് ഓഫ് ടു ദ പീപ്പിൾ ഹു ആർ ബിഹൈൻഡ് ദിസ്. ലൈക്ക് മാർക്കറ്റിംഗ് ലെവലിൽ ചിന്തിച്ചവരെ സമ്മതിക്കണം, സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. കാരണം അവരെ സംബന്ധിച്ച് അത് ഏറ്റു, അവർ കൊടുത്ത ഹൈപ്പുണ്ട്, അവരതിന് വേണ്ടിയിട്ട് ഇട്ടൊരു സാധനമുണ്ട്, അത് ആൾക്കാർക്ക് കൊണ്ടു. പക്ഷേ ആൾക്കാർക്ക് ഒബ്വിയസ്ലി ദേ ഹാവ് ദ റൈറ്റ് ടു ടെൽ ദെയർ ഒപ്പീനിയൻ. സോ ദാറ്റ്സ് ഫൈൻ, പ്രശ്നമില്ല. കാരണം ഇതേ നമ്മൾ തന്നെ ഇനി L3ക്ക് വേണ്ടി കാത്തിരിക്കും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ചില സീൻസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്ത 2-3 സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സീൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരെണ്ണം ഈ എല്ല് വരുന്ന പരിപാടി, അത് ബ്രാൻഡിങ് ആണ്. സത്യം പറഞ്ഞാൽ പ്രോപ്പർ ബ്രാൻഡിങ്. അവർക്ക് അവരുടെ ഇത് ലൂസിഫർ എന്ന് പറയുന്ന സാധനം ദേ നീഡ് ഒരു ഫുൾ ലെങ്ത്തിൽ ദേ നീഡ് ദാറ്റ്, അത്രേ ഉള്ളൂ. ആൻഡ് എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്തു, ശരിക്കും ചെയ്യുന്നത് വേറെ കാര്യം. പിന്നെ അങ്ങനെ 1-2-3 സീനുണ്ട്. അത് ഈ പറഞ്ഞില്ല, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഐ ഡോണ്ട് നോ, ഞാനത് പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ടു ഡൂ സോ. അതുകൊണ്ട് ഞാൻ അതങ്ങനെ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ സിനിമ കാണണം കേട്ടോ. ഞാനൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഒരിക്കലും പിന്നെ പുറമേ ആൾക്കാർ പറയുന്നത് കേട്ട് നിങ്ങൾ കാണാതിരിക്കരുത്.
ഓക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എല്ലാ സിനിമകളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ബ്രഹ്മയുഗം ആ സിനിമയ്ക്ക് ഉള്ളതാണോ? അല്ല. പക്ഷെ ആ സിനിമയെ ഒരു കൂട്ടം ആൾക്കാർ നെഞ്ചിലേറ്റി, വേറെ ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ബ്രഹ്മയുഗം. ബട്ട് ഇന്റർനാഷണൽ ഇതിൽ വരെ സ്റ്റഡി പർപ്പസിന് വരെ ബ്രഹ്മയുഗം യൂസ് ചെയ്യുന്നുണ്ട്. അതവരുടെ മേക്കിംഗ് ക്വാളിറ്റിയാണ്. സോ ദാറ്റ്സ് വാട്ട്. അപ്പോൾ എല്ലാ സിനിമകളും അക്സെപ്റ്റിംഗ് വേണമെന്നില്ല, പക്ഷെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഉന്തി വിടരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് എന്റർടൈൻമെന്റ്. ഒരിക്കലും മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ഒപ്പീനിയൻ എടുക്കരുത്. നമുക്ക് നമ്മളുടെ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും വേണം. അത് ഒരാൾ എൻ്റെ അടുത്ത് പറയണം നീ അത് കാണരുത്, ഒരാൾ പറയണം നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഒരിക്കലും വേറൊരാളുടെ താളത്തിനൊത്ത് തുള്ളി കാര്യങ്ങളെ വഷളാക്കരുത്. ഡോണ്ട് ഡു ദാറ്റ്. ബട്ട് നമ്മൾ വി ലീവ് ഇൻ എ സൊസൈറ്റി, ലൈക്ക് വി ലീവ് എമംഗ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. നമുക്കത് മാനിക്കേണ്ട ഒരു മാനുഷിക പരിഗണന എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആൻഡ് പ്ലീസ് ഡു ദാറ്റ് ഫോർ എമ്പുരാൻ, ഐ വുഡ് സേ. കാരണം അത്രയും ഹെഡ്രോട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് നത്തിങ്. കുറച്ച് കിട്ടിയപ്പോൾ കൊണ്ടപ്പോൾ ഉള്ള ഇതാണ്. കൊള്ളാം പടേ. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തായാലും ഞാൻ എന്തായാലും എമ്പുരാനെ പറ്റി പറഞ്ഞ് വരരുതേ എന്നാണ് വെറുതെ റിപ്പറ്റീഷൻ ആയിക്കൊണ്ടിരിക്കും. എന്തായാലും നല്ല കിള്ളം ടോപ്പിക്കുമായിട്ട് ഐ വിൽ കം. സോ യാ, ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ടൈം പ്രോസസ് ആണത്, ആൻഡ് ഐ ട്രസ്റ്റ് ദാറ്റ് പ്രോസസ്, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവ്രി വൺ. ഡു വാച്ച് മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പ്രത്യേകം ചെയ്യുക. ഇറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയാം. ഐ എം റെഡി ടു ടേക്ക് ഇറ്റ്. Okay, thank you, bye bye.